ദക്ഷിണ ധ്രുവത്തിലെ തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾക്കിടയിലൂടെ അയാൾ ഊഴ്ന്നിറങ്ങി. അയാൾക്കിപ്പോൾ ഒരു ഗുഹ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഗുഹയിലേക്ക് ആരോ വഴി തെളിക്കുന്നു എന്ന പോലെ അയാൾ നടന്നു നീങ്ങി. പതിയെ തണുപ്പ് കുറഞ്ഞു കുറഞ്ഞു വന്നു. അയാൾക്കിപ്പോൾ അനായാസമായി ശ്വസിക്കാം. ദൂരെ എവിടെ നിന്നോ തേടി വരുന്ന ഒരു പ്രകാശകിരണം. അതിനെ ലക്ഷ്യമാക്കി അയാൾ നടന്നു നീങ്ങി. അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം അയാൾ കണ്ടത് വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. തൊട്ടടുത്ത് സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഒരു വജ്രഗോളം. അതിൻ്റെ പ്രകാശത്തിൽ അയാൾക്ക് കാണാമായിരുന്നു വിസ്മയിപ്പിക്കുന്ന ഒരു ലോകം. ഭൂമിക്കുള്ളിലെ ഒരു മാസ്മര ലോകം. അഗാർഥ. കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. മാർച്ച് 11, 1947. ഇന്നെനിക്ക് പെൻറ്റഗണിൽ വെച്ച് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ പക്കൽ ഞാൻ കണ്ടറിഞ്ഞ അറിവും ഗുരു എനിക്ക് പകർന്നു തന്ന അറിവും ഉണ്ടായിരുന്നു. ഏതാണ്ട് 6 മണിക്കൂറോളം ഞാൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാനുമായി സംസാരിച്ചു. അതിനുശേഷം അമേരിക്കയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ സെക്യൂരിറ്റി ഓഫീസേഴ്സും മെഡിക്കൽ ഓഫീസേഴ്സും എന്നെ പരിശോധിച്ചു. അതെല്ലാം എനിക്ക് ഒരു അഗ്നിപരീക്ഷയായിരുന്നു. അവരെന്നോട് ആജ്ഞാപിച്ചത് ഒരേ ഒരു കാര്യം മാത്രമാണ്: മനുഷ്യരാശിക്ക് വേണ്ടി നിങ്ങളറിഞ്ഞ കാര്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കുക എന്ന്. മരണം വരെ ആജ്ഞകൾ പാലിക്കുന്ന ഒരു പട്ടാളക്കാരനായിരിക്കും ഞാൻ. ഭൂമിക്കുള്ളിൽ മറ്റൊരു ഭൂമിയുണ്ട്. അവിടെ മനുഷ്യരാശിയെപ്പോലെ മറ്റൊരു മനുഷ്യരാശിയുമുണ്ട്. ഇതൊരു ഗൂഢാലോചന സിദ്ധാന്തമാണ്. ഇതിനെ ദ ഹോളോ എർത്ത് തിയറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രപഞ്ചം നേരിട്ട് കണ്ട റിച്ചാർഡ് ബയേർഡിന്റെ ഡയറി കുറിപ്പാണ് നിങ്ങളിപ്പോൾ കേട്ടത്. 1929 റിച്ചാർഡ് ബയേർഡ് ആദ്യമായി ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്നത്. അവിടെ അമേരിക്കയുടെ ലിറ്റിൽ അമേരിക്ക എന്ന ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. അതിൻ്റെ ലക്ഷ്യം അമേരിക്കയ്ക്ക് അന്റാർട്ടിക്കയിൽ ഒരു എക്സ്പ്ലോറേഷൻ ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു. അതിനുശേഷം പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ദക്ഷിണോത്തര ധ്രുവങ്ങളിലേക്ക് പോകേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ 1947 അദ്ദേഹം വീണ്ടും ദക്ഷിണ ധ്രുവത്തിലേക്ക് എത്തുകയായിരുന്നു. ഓപ്പറേഷൻ ഹൈജമ്പിന് വേണ്ടിയിട്ടായിരുന്നു അത്. ആ ഉദ്യമത്തിനിടയിൽ തൻ്റെ വിമാനത്തെ ഏതോ ഒരു പേടകം പിന്തുടരുന്നതായും തൻ്റെ വിമാനയാത്ര ആ പേടകം തടയാൻ ശ്രമിക്കുന്നതായും അദ്ദേഹത്തിന് തോന്നി. കുറച്ചു മാറി അദ്ദേഹം വിമാനം ലാൻഡ് ചെയ്ത ശേഷം കണ്ടത് ഒരു കൂട്ടം മനുഷ്യരെയായിരുന്നു. കാഴ്ചയിൽ വ്യത്യസ്തരെന്ന് തോന്നുന്ന അവർ ഏതോ പുരാതന നാഗരികതയുടെ ആചാര്യന്മാരായിരുന്നു. നിങ്ങളുടെ ഒരു കാര്യങ്ങൾക്കും നിങ്ങളുടെ ഒരു ക്രൂരതകൾക്കും ഞങ്ങൾ ഇതുവരെ ഇടപെട്ടിട്ടില്ല, ഹിരോഷിമയിൽ നിന്നും ആ ശബ്ദം കേൾക്കുന്നത് വരെ. അന്ന് ഹിരോഷിമയിൽ നിന്നും ആ ഭീകര ശബ്ദം കേട്ടപ്പോൾ അതെന്താണ് എന്നറിയാൻ വേണ്ടി ഞങ്ങളുടെ പറക്കും തളികകൾ നിങ്ങളുടെ ലോകത്തേക്ക് വന്നിരുന്നു. അന്ന് ഞങ്ങൾ അറിഞ്ഞ വിവരം ഞെട്ടിപ്പിക്കുന്ന വിവരമായിരുന്നു. മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരായുധം മനുഷ്യനെതിരെ തന്നെ പ്രയോഗിച്ചിരിക്കുന്നു എന്നത്. ഇനി ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല ആചാര്യന്മാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ നിങ്ങളുടെ ആചാര്യന്മാരുടെ വാക്കുകൾ നിങ്ങൾക്ക് വിലയില്ലല്ലോ. റിച്ചാർഡ് ബയേർഡ് അന്ന് കണ്ട ഒരു കൂട്ടം ആളുകളിൽ ഗുരു എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി വെച്ചതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഭൂമിക്കുള്ളിൽ മറ്റൊരു അജ്ഞാത ലോകമുണ്ട് എന്നും അവിടെ ഒരുപാട് പേർ ജീവിച്ചിരിക്കുന്നു എന്നും പലരും വിശ്വസിക്കുന്നുണ്ടാവും. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാൾ തന്നെയാണ് റിച്ചാർഡ് ബയേർഡ്.
അദ്ദേഹം ദക്ഷിണ ധ്രുവത്തിൽ വെച്ച് കണ്ട മനുഷ്യർ ഭൂമിക്കുള്ളിൽ ജീവിക്കുന്നവരാണ് എന്നും അവരുടെ ലോകം സ്നേഹവും സമാധാനവും നിറഞ്ഞതാണ് എന്നും അവർക്ക് ഭൂമിക്കുള്ളിൽ ഒരു സൂര്യനുണ്ട് എന്നും ആ സൂര്യന്റെ ഊർജ്ജത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. 1957 മരിക്കുന്നത് വരെ. ഇതൊരു വലിയ മണ്ടത്തരമാണ് എന്ന് തോന്നുമ്പോഴും നമ്മുടെ പല മതങ്ങളും പല വിശ്വാസങ്ങളും ഏതാണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ഏദൻ തോട്ടം പോലെ, പാതാളം പോലെ, ശമ്പള എന്ന മായാലോകം പോലെ, ഭൂമിക്കുള്ളിലെ ഒരു മായാലോകം, അഗാർഥ. കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നുന്നുണ്ടാവും അല്ലെ? ശാസ്ത്രലോകത്തിന് തന്നെ വലിയ വലിയ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞന്മാരിൽ പലരും ദ ഹോൾ എയർ തിയറിയിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു. അവരിൽ ഒരാളാണ് എഡ്മണ്ട് ഹാലി. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഭൂമിയുടെ കാന്തിക തരംഗങ്ങൾക്ക് കാരണം ഭൂമി പൊള്ളയായതുകൊണ്ടും ഭൂമിയുടെ ഉള്ളിൽ മറ്റൊരു ഭൂമി ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് എന്നാണ്. അതായത് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമി വെറും 800 കിലോമീറ്റർ മാത്രം കനമുള്ള ഒരു പുറംതൊടാണ് എന്നും അതിനുള്ളിൽ അന്തരീക്ഷമുള്ള മറ്റൊരു ഭൂമിയുണ്ട് എന്നും അതിനുള്ളിലും അന്തരീക്ഷമുള്ള മറ്റൊരു ഭൂമിയുണ്ട് എന്നും അതിനുള്ളിലാണ് നമ്മുടെ ഭൂമിയിലുള്ള പോലെ ഒരു കോറുള്ളത് എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഈ 3 ഭൂമികൾക്കും അതിൻ്റെതായ കാന്തിക ധ്രുവങ്ങളുണ്ട് എന്നും ഇവ കറങ്ങുന്നത് വ്യത്യസ്തമായ വേഗതകളിലാണ് എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഭൂമിക്കുള്ളിലെ ഈ ലോകത്തെ അഗാർഥ എന്ന് വിളിക്കാം. ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന ശംബാല എന്ന മായാ നഗരം ഈ ലോകത്തിലായിരിക്കാം. എന്നാൽ ഹിന്ദു പുരാണങ്ങൾ പറയുന്നത് ശംബാല എന്ന ലോകം ഹിമാലയത്തിലെ ഏതോ മലമടക്കുകളിലാണ് എന്നാണ്. ലോകത്തിൽ തിന്മ കൂടി വരുമ്പോൾ ലോകത്തെ രക്ഷിക്കാനും തിന്മയെ തോൽപ്പിക്കാനും മഹാവിഷ്ണു കൽക്കിയായി അവതരിക്കുമ്പോൾ കൽക്കി ജനിക്കുന്നത് ശംബാല എന്ന മായാലോകത്തിലാണ്. ബുദ്ധമതവും ടിബറ്റൻ പുരാണങ്ങളും ശംബാലയ്ക്ക് വലിയൊരു സ്ഥാനം തന്നെയാണ് നൽകുന്നത്. സഞ്ചാരിയായിരുന്ന മാർക്കോ പോളോ തൻ്റെ യാത്രയിൽ എവിടെയോ വെച്ച് വഴിതെറ്റിയപ്പോൾ ടിബറ്റിലൂടെ മായാനഗരമായ ശംബാലയിൽ എത്തപ്പെട്ടതായി പറയപ്പെടുന്നു. അഗാർഥ എന്നാൽ ഇന്നർ സോൾ എന്നാണ് അർത്ഥം. ഭൂമിക്കുള്ളിലെ ഈ മായാപ്രപഞ്ചം കണ്ടവരുമുണ്ട്. അവരുടെ വാക്കനുസരിച്ച് ഭൂമിക്കുള്ളിൽ വലിയൊരു സൂര്യനുണ്ട്. ആ സൂര്യന്റെ ഊർജത്തിലാണ് അഗാർഥയിലെ മനുഷ്യർ ജീവിക്കുന്നത്. അഗാർഥയിൽ വജ്ര ചുവരുകളാണ്. ആ ചുവരുകൾക്കുള്ളിൽ തിളയ്ക്കുന്ന ലാവയും ആ ലാവയുടെ വെളിച്ചത്തിൽ അഗാർഥ എന്ന മായാലോകം പ്രകാശപൂരിതമാണ്. അവിടെ തിന്മകൾക്കും ക്രൂരതകൾക്കും സ്ഥാനമില്ല. സ്നേഹവും ശാന്തിയും സമാധാനവും മാത്രമാണ് അഗാർഥ. ഭൂമിയിലെ മനുഷ്യരെക്കാൾ കൂടുതൽ സാങ്കേതിക വിദ്യയിൽ ഉയർന്നവരാണ് അഗാർഥയിലെ മനുഷ്യർ. അവർ സഞ്ചരിക്കുന്നത് പറക്കും തളികകളിലാണ്. കേൾക്കുമ്പോൾ ഒരൽപ്പം സ്വപ്നം പോലെ തോന്നുമായിരിക്കാം അല്ലേ? ചിലപ്പോൾ അഗാർഥ എന്നത് നമ്മുടെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെങ്കിലോ? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹിറ്റ്ലറിനോടൊപ്പം ആത്മഹത്യ ചെയ്ത അദ്ദേഹത്തിന്റെ കാമുകിയാണ് ഇവ ബ്രൗൺ. ഒരു ദിവസം മാത്രം ഭാര്യയായി ജീവിച്ച തന്റെ കാമുകിക്കൊപ്പമായിരുന്നു ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത്. ഇവ ബ്രൗൺ ആത്മഹത്യ ചെയ്തത് സൈനൈഡ് കഴിച്ചിട്ടാണെങ്കിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നത് സ്വന്തം വായിലേക്ക് നിറയൊഴിച്ചിട്ടാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സൈന്യത്തിലെ ചിലർ പോലും വിശ്വസിക്കുന്നത് ഹിറ്റ്ലർ മരിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹം ഭൂമിക്കുള്ളിലെ അഗാർഥയിലേക്ക് രക്ഷപ്പെട്ടു പോയതാണത്രേ. അദ്ദേഹത്തിന്റെ ടിബറ്റിലെ ചില സന്യാസിമാരുമായുള്ള ബന്ധവും ജർമ്മനിയുടെ ടെക്നോളജിയുടെ വളർച്ചയും ആ ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കും വിധമായിരുന്നു. കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ തലയോട്ടിയും താടിയെല്ലും കണ്ടെടുക്കുകയായിരുന്നു. അതിപ്പോഴും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധകാലത്ത് മനുഷ്യരാശിക്ക് അപരിചിതമായ പല സാങ്കേതിക വിദ്യകളും നാസി ജർമ്മനി പരീക്ഷിച്ചിരുന്നതായി ചരിത്രം പറയുന്നുണ്ട്. ജയിക്കാനാകാത്തവരെ കീഴടക്കാനായി പൗരാണികമായ ആയുധങ്ങൾ ആവശ്യമാണ് എന്നും അതിനുവേണ്ടി ഭൂമിയിലെ പലയിടങ്ങളിലും അവർ അന്വേഷിച്ച് നടന്നതായും ചരിത്രം പറയുന്നു. ആ കാലഘട്ടങ്ങളിൽ ആരോപണ വിധേയമായ പലതും നാസി ജർമ്മനിയെപ്പറ്റി സംഭവിച്ചിരുന്നുവെങ്കിലും ഇന്നും ഉത്തരം ലഭിക്കാത്തവയാണ് ന്യൂ ഷ്വാബൻലാൻഡും അന്റാർട്ടിക്കയിലെ ജർമ്മൻ ബേസ് 211. അന്റാർട്ടിക്കയിലെ 2.5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ പരന്നു കിടക്കുന്ന ക്വീൻ മൗണ്ട് ലാൻഡിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുകയാണ് ന്യൂ ഷ്വാബൻലാൻഡും ജർമ്മൻ ബേസ് 211. ശാസ്ത്രം പറയുന്നതനുസരിച്ച് സകലതും മരവിച്ചുപോയ ഒരു പ്രദേശമാണ് ക്വീൻ മൗണ്ട് ലാൻഡ്. എന്നാൽ നാസി ജർമ്മനി അവിടെ കണ്ടെത്തി എന്ന് പറയുന്ന പ്രദേശം മഞ്ഞുകട്ടകളാൽ മൂടപ്പെടാത്ത, മനുഷ്യന് അനായാസമായി ജീവിക്കാൻ സാധിക്കുന്ന ഊഷ്മാവുള്ള, ഫലമൂലാദികളും സസ്യങ്ങളും നിറഞ്ഞ ഏദൻ തോട്ടം പോലെ ഒരു പ്രദേശമാണ്. അവരതിനെ വിളിച്ചത് ന്യൂ ഷ്വാബൻ ലാൻഡ് എന്നാണ്. ജിയോളജിസ്റ്റുകൾ അങ്ങനൊരു സാഹചര്യം തള്ളിക്കളയുന്നില്ല.
അവർ പറയുന്നത് ഭൂമിക്കടിയിലെ ചൂട് നീരുറവുകളോ ഭൂഗർഭതാപ സ്രോതസ്സോ ആയിരിക്കാം ഇത്തരത്തിലൊരു സാഹചര്യത്തിന് കാരണം എന്ന്. എന്നാൽ ഇതിനുശേഷം അന്വേഷിച്ചു പോയ ആർക്കും അങ്ങനൊരു ലോകം അവിടെ കാണാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. 1947 റിച്ചാർഡ് ബയേറ്റ്സ് അമേരിക്കയുടെ ഓപ്പറേഷൻ ഹൈജമ്പിന്റെ ഭാഗമായി അന്റാർട്ടിക്കയിൽ എത്തിയത് ജർമ്മൻ ബേസ് 211 അന്വേഷിച്ചിട്ടാണ് എന്നും അവിടേക്ക് രക്ഷപ്പെട്ട ഹിറ്റ്ലറെ കണ്ടുപിടിക്കാനാണ് എന്നും വിശ്വസിക്കുന്നവരും കുറവല്ല. നമ്മളൊക്കെ സ്കൂളിൽ നിന്നും മനസ്സിലാക്കിയത് ഭൂമി എന്നാൽ ക്രസ്റ്റ്, മാൻഡിൽ, കോർ എന്നാണ്. കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ക്രസ്റ്റ്, അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ, ഇത്രയും ഭാഗങ്ങൾ ചേർന്നതാണ് ഭൂമി എന്നാണ് അല്ലെ. ഇതൊക്കെ ശാസ്ത്രം നമുക്ക് പറഞ്ഞു തന്നത് സിസ്മിക് ആക്ടിവിറ്റി സ്റ്റഡി ഉപയോഗിച്ചിട്ടാണ്. അതായത് ഭൂചലനത്തിലൂടെയും അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ പഠനത്തിലൂടെയുമാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയത്. എന്നാൽ അവിടെ എവിടെയും ഭൂമി പൊള്ളയാണ് എന്ന് നാം പഠിച്ചിട്ടില്ല. അതായത് ഭൂമിയുടെ ഉള്ളിൽ മറ്റൊരു ലോകമുണ്ട് എന്ന് നാം പഠിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഭൂമി പൊള്ളയാണ് എന്ന വാദം ഭൂമി പരന്നതാണ് എന്നതുപോലെ മണ്ടത്തരമായിരിക്കുമോ? ഇതൊരു പൊള്ളയായ വാദമാണെങ്കിൽ റിച്ചാർഡ് ബേർഡ് എന്തുകൊണ്ട് മരണം വരെ ഇതിൽ വിശ്വസിച്ചു? ഇതൊരു പൊള്ളയായ വാദമാണ് എങ്കിൽ എന്തുകൊണ്ട് റിച്ചാർഡ് ബേർഡിന്റെ കണ്ടെത്തലുകൾ പുറം ലോകം അറിയരുത് എന്ന് പെന്റഗൺ വാശി പിടിക്കുന്നു? ഇങ്ങനൊരു ലോകം കണ്ടു എന്ന വാദം ഒഴികെ മറ്റൊരു തെളിവുകളും നമ്മുടെ കയ്യിലില്ല. ഇതിനെ ചുറ്റിപ്പറ്റി ഇറങ്ങിയ പുസ്തകങ്ങളും സിനിമകളും സങ്കല്പങ്ങളാണ് എന്നും നമുക്കുറപ്പാണ്. എങ്കിലും ഒരു കാര്യം പറയാം, പണ്ടൊരു മണ്ടത്തരം നാം വിശ്വസിച്ചിരുന്നു. അത് അവസാനിച്ചത് പെന്റഗന്റെ ഒരു ട്വീറ്റിലായിരുന്നു. അതുപോലെ ഇന്ന് നാം വിശ്വസിക്കുന്ന പല മണ്ടത്തരങ്ങളുടെയും ആയുസ് പെന്റഗന്റെ മറ്റൊരു ട്വീറ്റിൽ അവസാനിക്കുമോ? ഞാൻ പറഞ്ഞു വരുന്നത് അഗാർഥ എന്ന സാങ്കല്പിക ലോകം സത്യമാണ് എന്നല്ല. ഭൂമി എന്നാൽ നാം പഠിച്ചതുപോലെ ക്രസ്റ്റ്, മാൻഡിൽ, കോർ തന്നെയാണ്. അതിനുള്ളിൽ ഒരു സൂര്യൻ എന്തായാലും ഇല്ല. എങ്കിലും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭൂമി എന്നാൽ 12,742 കിലോമീറ്റർ വ്യാസമുള്ള ഒന്നാണ്. അതിനുള്ളിൽ കുറച്ച് മനുഷ്യർക്ക് ഒരു ചെറിയ ലോകം സൃഷ്ടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ലേ? നാം കേട്ടിട്ടുണ്ട് സൂര്യപ്രകാശം പോലും കടക്കാത്ത ഒരുപാട് സ്ഥലങ്ങൾ ആമസോൺ കാടുകളിലുണ്ട് എന്ന്. അതുപോലെ തന്നെ മനുഷ്യൻ ഇന്നുവരെ ചെന്നെത്താത്ത വലിയ ഗർത്തങ്ങളും ഗുഹകളും ഭൂമിക്കുള്ളിലുണ്ട് എന്നും നാം കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഭൂമി നമുക്ക് പിടിതരാതെ ഒരു ചെറിയ ലോകം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ? അതിനെയാണോ ഇനി ഇവർ അഗാർഥ എന്ന് വിളിക്കുന്നത്? രസമുള്ളൊരു ചിന്തയല്ല. അങ്ങനെ ചിന്തിക്കാനും ഒരു കാരണമുണ്ട്. റിച്ചാർഡ് ബേർഡിന്റെ ഡയറി കുറിപ്പിൽ പറഞ്ഞതുപോലെ അതുവരെ മനുഷ്യന്റെ യാതൊരു കാര്യത്തിലും ഇടപെടാതിരുന്ന അഗാർഥാവാസികൾ ഹിരോഷിമയിൽ നടന്ന ഭീകര ശബ്ദം കേട്ട് അതെന്താണെന്നറിയാൻ അവരുടെ പറക്കും തളികയിൽ ഉപരിതലത്തിൽ വന്ന് നോക്കി എന്ന് പറഞ്ഞതുപോലെ കൊറോണ കാലത്ത് സംഭവിച്ച നിശബ്ദതയുടെ കാരണം അറിയാൻ അവർ അവരുടെ പറക്കും തളികകളിൽ വന്ന് നോക്കിയതാണെങ്കിലും നാം ഈ പറയുന്ന UFO സൈറ്റിംഗ്സ് അന്യഗ്രഹത്തിൽ നിന്നും ഭൂമിയിൽ വന്ന് നോക്കുന്നതിനേക്കാളും എത്രയോ യുക്തിപരമായ ചിന്തയാണ് ഭൂമിയുടെ അകത്തുനിന്നും ചിലർ വന്ന് ഭൂമിയുടെ പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് നോക്കുന്നത്. ഉദാഹരണത്തിന് പെട്ടെന്നൊരു ശബ്ദം പുറത്തു കേട്ടാൽ നമ്മൾ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി നോക്കാറില്ലേ? അതുപോലെ ഇവയെല്ലാം സങ്കല്പങ്ങൾ തന്നെയാണ്. അതായത് യാഥാർത്ഥ്യമെന്ന് നാം വിശ്വസിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പേ വരെ ഇവയ്ക്കൊക്കെ സങ്കല്പങ്ങൾ എന്ന് തന്നെയാണ് പേര്. എങ്കിലും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഹിറ്റ്ലറുടെ ആത്മഹത്യക്ക് പിന്നിൽ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പലരും വിശ്വസിക്കുന്നത് ഹിറ്റ്ലർ സയനൈഡ് കഴിച്ച് മരിച്ചതാണ് എന്നാണ്. എന്നാൽ ചിലർ വിശ്വസിക്കുന്നത് ഹിറ്റ്ലർ വായിൽ നിറയൊഴിച്ചാണ് ആത്മഹത്യ ചെയ്തത് എന്ന്. എന്തായാലും ഹിറ്റ്ലറിന്റെ ആത്മഹത്യാ കുറിപ്പ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ശവശരീരം പെട്രോൾ ഒഴിച്ച് നശിപ്പിച്ചിരുന്നു. ആ നശിച്ച ശവശരീരത്തിൽ നിന്നും സോവിയറ്റ് യൂണിയന് ലഭിച്ചത് ഭാഗികമായി ഒരു തലയോട്ടിയും ഒരു താടിയെല്ലുമായിരുന്നു. 1945 ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നത്. സോവിയറ്റ് യൂണിയൻ അതന്ന് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. 1946 ഹിറ്റ്ലറിന്റെ തന്നെ ദന്ത ഡോക്ടറുടെ സഹായത്തോടുകൂടിയാണ് മരിച്ചത് ഹിറ്റ്ലറാണ് എന്നവർ ഉറപ്പിച്ചത്. എന്നാൽ ട്വിസ്റ്റ് സംഭവിക്കുന്നത് 2009 2009 ഹിറ്റ്ലറിന്റെ തലയോട്ടിയുടെ DNA ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ആ തലയോട്ടിയുടെ ഉടമ 40 വയസ്സുള്ള ഒരു സ്ത്രീയാണ് എന്നതാണ്. എങ്കിലും ട്വിസ്റ്റ് അവിടെ തീരുന്നില്ല. 2018 മറ്റൊരു ട്വിസ്റ്റ് വന്നു. അതായത് അന്നത്തെ പഠനങ്ങൾ പറയുന്ന ഒരു കാര്യം, തലയോട്ടിയുടെ DNA ഉപയോഗിച്ച് നമുക്കൊരു ജെൻഡർ തീരുമാനിക്കാൻ സാധിക്കില്ല എന്നതാണ്. എന്തായാലും മരിച്ചതാരാണ്? അതവിടെ നിൽക്കട്ടെ, ഹിറ്റ്ലറിന് എന്ത് സംഭവിച്ചു എന്നതാണ് ഇവിടെ കാര്യം. ഇങ്ങനെ ഒരുപാട് ചിന്തകളുണ്ട്. ഇതിലേതെല്ലാം നാം വിശ്വസിക്കണം, ഏതൊക്കെ നാം വിശ്വസിക്കാതിരിക്കണം? ഇത്തരം ചിന്തകൾ നമ്മെ വല്ലാതെ അലട്ടുന്നു. ഞാനൊരു കാര്യം പറയാം, നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, ചിലർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നാം അറിയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചിലരുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പോലും.
ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ ആഗ്രഹത്തിനാണ് നാം വാങ്ങുന്നത് എന്നാണ് നാം ചിന്തിക്കുന്നത്. സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് ആരൊക്കെയോ നമുക്ക് മുമ്പിലേക്ക് വച്ചു നീട്ടുന്ന കാര്യങ്ങളാണ് നാം വാങ്ങുന്നത്. നമ്മുടെ ഒരു വിശ്വാസം പോലും ഭാവിയിലെ ഒരു ട്വീറ്റ് കൊണ്ട് മാറാവുന്നത് മാത്രമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം.